ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ് അത്. പക്ഷേ കഷ്ണങ്ങൾ ഇതൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ബീട്രൂട്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കറി ഉണ്ടാക്കാനായിട്ട് അധികം പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ്, അതുപോലെ ഒരു ചെറിയ ബീട്രൂട്ട്, 2 ചെറിയ സവാള, 3-4 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ കുക്കർ എടുത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ച് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അല്പം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കഷ്ണങ്ങളൊക്കെ വല്ലാതെ വെന്ത് പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ 1/2 ഗ്ലാസ് വെച്ചുന്ന ഒരു ചെറിയൊരു 100 മില്ലി വെള്ളം, അതിൽ കൂടുതലൊന്നും ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കഷ്ണങ്ങളൊക്കെ വല്ലാതെ വെന്ത് പോകും. അങ്ങനെ വേണ്ട, കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. 2 വിസിൽ വന്നാൽ മതി. ഈ സമയം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ മുറി തേങ്ങ ചിരണ്ടിയത്, 5-6 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, ഇതെല്ലാം കൂടെ ചൂടാക്കും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണും മല്ലി ചേർക്കണം. അപ്പോൾ മല്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മല്ലിപ്പൊടിയാണ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് തേങ്ങ നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി. തീയലിന് നമ്മൾ വറുക്കുന്ന പോലെ ചുമക്കരുതേ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങ ചൂടാക്കുന്ന ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കുക്കറിനകത്തുനിന്ന് ആവിയൊക്കെ പോയിട്ട് കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് വെന്തിരിക്കും. 2 വിസിൽ മതി. കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ ആ പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് എത്രയാണോ അതിൻ്റെ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും ചേർക്കുക. ഇനി ഇത് നല്ലപോലെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇത് പഴയ കാലത്തെ ഒരു കറിയാണ്. അത് അന്നത്തെ കഷ്ണങ്ങളെന്ന് പറയുന്നത് വാഴപ്പിണ്ടി, ചെറിയ ഉള്ളി, തക്കാളിക്ക, പുളി, ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഞാൻ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് ചൂടാക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് കടുക് താളിച്ച് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻസിൽ വന്ന് പറയുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.